ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഒരു യാത്രയിലായിരുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, യാ മുആദ് അതദ്രി മാ ഹഖ്ഖുല്ലാഹി അലൽ ഇബാദ്? ഓ മുആദ്, താങ്കൾക്കറിയാമോ അടിമകളിൽ നിന്ന് അള്ളാഹുവിന് ലഭിക്കേണ്ടുന്ന അവകാശം എന്താണ് എന്ന്? അവിടെ അൽ ഇബാദ്, അള്ളാഹുവിൻ്റെ അടിമകൾ. അള്ളാഹുവിൻ്റെ അടിമകളിൽ നിന്ന് അള്ളാഹുവിന് ലഭിക്കേണ്ടുന്ന അവകാശം എന്താണ്? അദ്ദേഹം പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം, അള്ളാഹുവിനും റസൂലിനുമാണ് അറിയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ യഅ്ബുദൂഹു വലാ യുശ്രികൂ ബിഹി ശൈഅ. സൃഷ്ടികളിൽ നിന്ന് അള്ളാഹു ആവശ്യപ്പെടുന്നത് അൻ യഅ്ബുദൂ, അവർ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം. തീർന്നില്ല, വലാ യുശ്രികൂ ബിഹി ശൈഅ, ആ ഇബാദത്തിൽ, ആ ആരാധനയിൽ അവർ മറ്റാരെയും പങ്കു ചേർക്കാനും പാടില്ല. അതുകൊണ്ട് തന്നെ ഖാലിസായ ഇബാദത്ത്, ശിർക്കില്ലാത്ത ഇബാദത്ത്, പരിപൂർണമായ ഇഖ്ലാസ് ഇബാദത്ത്, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നൽകേണ്ടതാണ്. അലാ ലില്ലാഹി ദീനുൽ ഖാലിസ്. അറിയുക, പരിപൂർണമായ ശിർക്ക് കലരാത്ത കീഴ്വണക്കം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്കാകുന്നു. ഒരു യഥാർത്ഥ വിശ്വാസിയുടെ പ്രഖ്യാപനം എല്ലാ ദിവസവും എന്താണ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹുവേ, നിനക്ക് മാത്രം ഞങ്ങൾ ഇബാദത്ത് ചെയ്യുന്നു. വ ഇയ്യാക നസ്തഈൻ, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടിക്കൊണ്ട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇബാദത്ത് അല്ലാഹുവിന് മാത്രം, അത് മറ്റാർക്കും സമർപ്പിക്കാൻ പാടില്ല. എല്ലാ സഹായത്തേട്ടവും ഇസ്തിഗാസയും ഇസ്തിആനയും അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം, അതിൽ ആരെയും പങ്കു ചേർക്കാൻ പാടില്ല. ആ നിലക്ക് അടിമകൾ പരിപൂർണമായും അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യണം. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചതിൻ്റെ ലക്ഷ്യവും അതുതന്നെയാണ്. മനുഷ്യൻ മാത്രമല്ല, ആകാശലോകങ്ങളിലുള്ള എല്ലാവരും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ചിടത്തോളം റഹ്മാനായ റബ്ബിന്റെ മുന്നിൽ അടിമകളാണ്. യോ കുല്ലു മാ ഫിസ് സമാവാതി വൽ അർദ് ഇല്ലാ ആതിർ റഹ്മാനി അബ്ദാ. ആകാശങ്ങളിലും ഭൂമിയിലുമുള്ള എല്ലാവരും പരമകാരുണ്യകനായ അല്ലാഹുവിൻ്റെ അടുക്കൽ അടിമകളാണ്. അങ്ങനെ റബ്ബിൻ്റെ അടിമകളായിക്കൊണ്ട് എല്ലാവരും റബ്ബിൻ്റെ മുന്നിൽ വരണം. അല്ലാഹു മാത്രമാണ് റബ്ബായിട്ടുള്ളവൻ, ഉടമയായിട്ടുള്ളവൻ. ബാക്കി എല്ലാവരും അടിമകളാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ദൗത്യം ആ റഹ്മാനായ റബ്ബിന് ഇബാദത്ത് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ മനുഷ്യരിൽ മഹാഭൂരിപക്ഷവും അവർ അള്ളാഹുവിൻ്റെ അടിമകളാണെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട്, അംഗീകരിച്ചുകൊണ്ട്, ഇഷ്ടപ്പെട്ടുകൊണ്ട് അള്ളാഹുവിന് നൽകേണ്ടുന്ന ഇബാദത്ത്, അള്ളാഹുവിന് നൽകേണ്ടുന്ന ഉബൂദിയത്ത് നൽകാത്തവരാണ്. എന്നാൽ ഒരു അടിമ ഏറ്റവും വലിയ ആനന്ദം ആസ്വദിക്കുന്നത്, ഏറ്റവും വലിയ ആഹ്ലാദം അയാൾക്കുണ്ടാകുന്നത്, അയാളുടെ മനസ്സ് ശാന്തമായി തീരുന്നത്, എല്ലാ അർത്ഥത്തിലുമുള്ള സന്തോഷവും സമാധാനവും ഒരു അടിമയ്ക്ക് ലഭിക്കുന്നത് ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് റഹ്മാനായ റബ്ബിന് നൽകേണ്ടുന്ന അവകാശങ്ങൾ അള്ളാഹുവിന് വകവെച്ച് കൊടുക്കുമ്പോഴാണ് ഒരാൾ ഏറ്റവും വലിയ ആനന്ദവും സന്തോഷവും അനുഭവിക്കുന്നത്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ആളുകളെ വിളിക്കുന്നിടത്ത് എൻ്റെ അടിമകൾ എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. ഖുൽ യാ ഇബാദി, എൻ്റെ അടിമകളോട് പറയണം. യാ ഇബാദി, എൻ്റെ അടിമകളെ. എത്ര സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആനിൽ അത് കാണാൻ സാധിക്കും. ഖുദ്സിയായ എത്ര ഹദീസുകളിൽ യാ ഇബാദി, യാ ഇബാദി, എൻ്റെ അടിമകളെ എന്ന് റഹ്മാനായ റബ്ബ് വിളിക്കുന്നത് കാണാൻ സാധിക്കും. അഥവാ അള്ളാഹുവിന് ശരിയായ ഉബൂദിയത്ത്, അടിമത്വം നൽകുന്നവരാരോ അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നു. സൃഷ്ടികളിൽ ശ്രേഷ്ഠനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് പറയുന്ന അധിക ഭാഗങ്ങളിലും പരിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിൻ്റെ അടിമ എന്നാണ് വിശേഷിപ്പിച്ചത്. സുബ്ഹാനല്ലദീ അസ്റാ ബിഅബ്ദിഹി ലൈലൻ മിനൽ മസ്ജിദിൽ ഹറാമി ഇലൽ മസ്ജിദിൽ അഖ്സ. തൻ്റെ അടിമയെയും കൊണ്ട് രാപ്രയാണം
നിർവഹിച്ചവനായ റഹ്മാനായ റബ്ബ് പരിശുദ്ധനാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നതമായ കറാമത്തുകൾ പറയുന്നിടത്തൊക്കെ അടിമ എന്നാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അത് റഹ്മാനായ റബ്ബിന് അത്തരത്തിലുള്ള അടിമകളോടുള്ള ഇഷ്ടം കാണിക്കുവാൻ വേണ്ടിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു ഇഷ്ടം മനസ്സിലാക്കിക്കൊണ്ട് റഹ്മാനായ റബ്ബിന് അടിമത്തം സമർപ്പിക്കുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ സമർപ്പിക്കുന്ന ഒരു വ്യക്തി ജീവിതത്തിലുടനീളം ഒരു പ്രത്യേകമായ അവസ്ഥയിലായിരിക്കും. മറ്റുള്ളവരിൽ നിന്ന് അയാൾ വ്യത്യസ്തനായിരിക്കും. അതാണ് സൂറത്തുൽ ഫുർഖാനിന്റെ അവസാന ഭാഗത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വഇബാദുർ റഹ്മാൻ അല്ലദീന യംശൂന അലൽ അർദി ഹൗനൻ വഇദാ ഖാതബഹുമുൽ ജാഹിലൂന ഖാലൂ സലാമ. പരമകാരുണ്യകന്റെ അടിമയായിട്ടുള്ള ആളുകൾ എല്ലാവരും അള്ളാഹുവിന്റെ അടിമകൾ തന്നെയാണ്. എന്നാൽ ഇവിടെ പരമകാരുണ്യകന്റെ അടിമ എന്ന് പ്രത്യേകം പറഞ്ഞത് വിശ്വാസികളെ കുറിച്ചാണ്, മുവഹിദുകളെ കുറിച്ചാണ്. അവർ ഭൂമിയിലൂടെ വിനയാന്വിതരായി താഴ്മയുള്ളവരായി എളിമയുള്ളവരായി നടക്കുന്നവരാകുന്നു. പിന്നീട് ആ അധ്യായത്തിന്റെ അവസാനം വരെ അവരുടെ ഒട്ടനവധി സിഫാത്തുകളാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദീകരിച്ചിട്ടുള്ളത്. അവർ സൗമ്യരായിരിക്കും, ശാന്ത സ്വഭാവമുള്ളവരായിരിക്കും, നരകത്തെ ഭയപ്പെടുന്നവരായിരിക്കും, ചെലവഴിക്കുമ്പോൾ മിതത്വം പാലിക്കുന്നവരായിരിക്കും, അള്ളാഹുവിൽ പങ്കു ചേർക്കാത്തവരാണ്, ആരെയും വധിക്കാത്തവരാണ്, വ്യഭിചരിക്കാത്തവരാണ്, തെറ്റ് സംഭവിച്ചു പോയാൽ തൗബ ചെയ്യുന്നവരാണ്, സന്താനങ്ങൾക്ക് വേണ്ടി ഇണകൾക്ക് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവരാണ്, അങ്ങനെ സ്വർഗലോകം നേടിയെടുക്കുന്നവരാണ്. പരമകാരുണ്യകന്റെ അടിമകളായി തീരുന്നതോടുകൂടി ഒരു വല്ലാത്ത അനുഭൂതിയിലും സമർപ്പണത്തിലുമായിരിക്കും അവർ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ഇബാദത്തിന്റെ നിർവചനം പറയുന്നിടത്ത് ഉലമാക്കൾ പറഞ്ഞത് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അഖ്സാ ഗായത്തിൽ ഖുദൂഇ വത്തദല്ലുലി മഅൽ ഹുബ്ബി വത്തഅദീം, അങ്ങേയറ്റത്തെ വിനയവും താഴ്മയും അള്ളാഹുവിന് സമർപ്പിക്കലാണ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. മഅൽ ഹുബ്ബി വത്തഅദീം, അള്ളാഹുവിനെ മഹത്വപ്പെടുത്തുകയും വേണം, അങ്ങേയറ്റത്തെ മഹബ്ബത്തും ഉണ്ടാകണം. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, ഈമാനുള്ളവർക്ക് അള്ളാഹുവിനോടുള്ള മഹബ്ബത്ത് കടുത്തതാണ്. ആ കടുത്ത സ്നേഹത്തോടുകൂടി അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമങ്ങളെ മഹത്വപ്പെടുത്തുക. വമൻ യുഅള്ളിം ശആയിറല്ലാഹ് ഫഇന്നഹാ മിൻ തഖ്വൽ ഖുലൂബ്, അള്ളാഹുവിന്റെ ശആയിറുകളെ ആരാണോ ആദരിക്കുന്നത്, ബഹുമാനിക്കുന്നത്, മഹത്വപ്പെടുത്തുന്നത് അത് ഹൃദയത്തിന്റെ തഖ്വയിൽപ്പെട്ടതാണ്. ഇങ്ങനെ അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിയും അള്ളാഹുവിനെ സ്നേഹിച്ചും അള്ളാഹുവിന്റെ കൽപ്പനകളെ അങ്ങേയറ്റം അംഗീകരിച്ചുകൊണ്ട് അവന് കീഴൊതുങ്ങി ജീവിക്കുന്ന ഒരവസ്ഥയിലേക്ക് യഥാർത്ഥ അള്ളാഹുവിന്റെ അടിമകൾ മാറുമെന്നാണ് ഖുർആനിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിലുടനീളം അവരുടെ പ്രവർത്തനങ്ങളെ ഇബാദത്താക്കി മാറ്റാൻ അവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. അത് കേവലം നമസ്കാരത്തിലോ നോമ്പിലോ ഹജ്ജിലോ ഒതുങ്ങുന്നതല്ല. ജീവിതത്തിന്റെ മുഴുവൻ മേഖലകളെയും റഹ്മാനായ റബ്ബിനുള്ള ഇബാദത്താക്കി മാറ്റുവാൻ അവർക്ക് സാധിക്കുന്നതാണ്. പ്രപഞ്ചത്തെ സംബന്ധിച്ചുള്ള, പ്രപഞ്ച സൃഷ്ടിപ്പിനെ സംബന്ധിച്ചുള്ള ചിന്ത പോലും യഥാർത്ഥ അടിമകളുടെ ഗുണമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് വൽ അർദ മദദ്നാഹാ വഅൽഖൈനാ ഫീഹാ റവാസിയ വഅംബത്നാ ഫീഹാ മിൻ കുല്ലി സൗജിൻ ബഹീജ് തബ്സിറതൻ വദിക്റാ ലികുല്ലി അബ്ദിൻ മുനീബ്. ഭൂമി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചത്, അതേപോലെ തന്നെ സസ്യലതാദികളെ മുളപ്പിച്ചത്, അവയിൽ നിന്ന് ഇണകളെ ഉണ്ടാക്കിയത്. അള്ളാഹു പറയുന്നത് തബ്സിറതൻ വദിക്റാ ലികുല്ലി അബ്ദിൻ മുനീബ്, അള്ളാഹുവിലേക്ക് കീഴൊതുങ്ങുന്ന ഹൃദയമുള്ള ഏതൊരു അടിമക്കും അതിൽ ഉൾക്കാഴ്ചയുണ്ട് എന്നാണ്. അവിടെ ചിന്തിക്കുന്ന ആളുകളെ മുനീബായ അടിമകൾ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ചിട്ടുള്ളത്. കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരിക്കൽ ഒരു സഹാബി ചോദിച്ചു, ഏറ്റവും അഫ്ളലായ സദഖ ഏതാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ദീനാറൻ അൻഫഖതഹു അലാ അഹ്ലിക്, നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ചെലവഴിക്കുന്ന ദീനാറാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിനേക്കാളും, അടിമമോചനത്തിന് ചെലവഴിക്കുന്നതിനേക്കാളും, സദഖയായി മറ്റുള്ളവർക്ക് നൽകുന്നതിനേക്കാളും ശ്രേഷ്ഠകരം കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കലാണ്. ഒരു മനുഷ്യന്റെ ജീവിതം എന്ന് പറഞ്ഞാൽ തന്നെ തൻ്റെ കുടുംബത്തിന് വേണ്ടിയല്ലേ? അതെല്ലാം വമ്പിച്ച പ്രതിഫലം അർഹിക്കുന്ന പുണ്യകർമ്മമാണ് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുന്നത്. വിജ്ഞാനം തേടിയുള്ള മനുഷ്യരുടെ യാത്ര ഇബാദത്താണ്. മൻ സലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. അറിവന്വേഷിച്ചുകൊണ്ട് ഒരു വഴിയിൽ നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാൽ അവരുടെ ആ വഴിയെ അല്ലാഹു സ്വർഗ്ഗത്തിലേക്ക് എളുപ്പമാക്കും. വിജ്ഞാനം തേടിയുള്ള മനുഷ്യരുടെ യാത്ര പോലും മഹത്തായ പുണ്യകർമ്മമാണ്, ഇബാദത്താണ്.
അതേപോലെ തന്നെ അവനവൻ്റെ സ്വഭാവത്തെ നന്നാക്കി തീർക്കുന്നത് നല്ല പെരുമാറ്റം, നല്ല വർത്തമാനങ്ങൾ, നല്ല സമീപനങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് ഇന്ന മിൻ അഹബ്ബികും ഇലയ്യ വ അഖറബികും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമ അഹസിനുകും അഖ്ലാഖ. ഖിയാമത്ത് നാളിൽ എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആളുകൾ നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവക്കാരായിരിക്കും. ഇങ്ങനെ സ്വഭാവവും പെരുമാറ്റവും അധ്വാനവും പ്രവർത്തനവും വിജ്ഞാനം തേടലും ചിന്തിക്കൽ പോലും അത് ശരിയായ രൂപത്തിലാണെങ്കിൽ, അള്ളാഹുവിൻ്റെ അടിമകളാണ് എന്നറിഞ്ഞുകൊണ്ടുള്ള ആ ഒരു രീതിയിലാണെങ്കിൽ അത് വമ്പിച്ച പ്രതിഫലാർഹമായ പുണ്യകർമ്മമായിട്ടാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ നിലക്ക് ശരിയായ രൂപത്തിൽ അള്ളാഹുവിനെ മനസ്സിലാക്കുവാനും അവനെ ഇബാദത്ത് ചെയ്യുവാനും അവന് കീഴൊതുങ്ങുവാനും ഞാനും നിങ്ങളും തയ്യാറാവുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വ അസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി ഞാൻ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ഇബാദത്തിൻ്റെ പൊരുൾ ഏത് രൂപത്തിലാണ് എന്ന് നാം മനസ്സിലാക്കി. അതുകൊണ്ടാണ് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അൽ ഇബാദ ഇസ്മുൻ ജാമിഉൻ ലികുല്ലി മാ യുഹിബ്ബുഹു അല്ലാഹു വയർദാഹു മിനൽ അഖ്വാലി വൽ അമാലി ളാഹിറതി വൽ ബാത്തിന. ഇബാദത്ത് എന്ന് പറഞ്ഞാൽ അത് ജാമിആയ ഒരു ഇസ്മാണ്, ഒരു പേരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന മനസ്സുകൊണ്ടും നാവുകൊണ്ടും ശരീരം കൊണ്ടുമുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും വാക്കുകൾക്കും ഇബാദത്ത് എന്ന് പറയുന്നു. അപ്പോൾ അള്ളാഹു ഇഷ്ടപ്പെടുന്നതെല്ലാം ഇബാദത്താണ്, അള്ളാഹു തൃപ്തിപ്പെടുന്നതെല്ലാം ഇബാദത്താണ്. അതുകൊണ്ട് തന്നെ യഥാർത്ഥ വിശ്വാസികൾക്ക് ഈ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ജിന്നിനെയും ഇൻസിനെയും എനിക്ക് ഇബാദത്ത് ചെയ്യാനാണ് സൃഷ്ടിച്ചത് എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നാം ജീവിക്കുന്ന ഒരു നാട്ടിൽ, ഒരു ഭൂമിയിൽ, ഒരു മണ്ണിൽ, ആ നാടിൻ്റെ, ആ പ്രദേശത്തിൻ്റെ എല്ലാവിധ ഭൗതികമായ നന്മകൾക്ക് വേണ്ടി നിലകൊള്ളുക എന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് പറയുന്നുണ്ട്, ഹുവ അൻശഅകും മിനൽ അർദി വസ്തഅമറകും ഫീഹാ. അല്ലാഹു ഭൂമിയിൽ നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നു, ഭൂമിയെ കൈകാര്യം ചെയ്യാൻ നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നു. ഫസാദില്ലാതെ അതിൻ്റെ നന്മയുണ്ടാകുവാൻ, അതിൽ നല്ല കൃഷിയും നല്ല വിഭവങ്ങളും നല്ല വികസനവും ഉണ്ടാക്കുവാൻ, കുഴപ്പമുണ്ടാക്കാതിരിക്കാൻ, രക്തം ചിന്താതിരിക്കാൻ, അതിനെല്ലാമുള്ള ഉത്തരവാദിത്തം മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏൽപ്പിച്ചിട്ടുണ്ട്. ആ നിലക്കുള്ള പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടലും ചിന്തിക്കലും വലിയ പുണ്യകർമ്മമാണ് എന്ന് നാം മനസ്സിലാക്കണം. അതേപോലെ തന്നെ ഓരോരുത്തർക്കും അല്ലാഹു നൽകിയ കഴിവുകളെ ഭംഗിയായി ഉപയോഗപ്പെടുത്തണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇന്നല്ലാഹ യുഹിബ്ബു ഇദാ അമില അഹദുകും അമലൻ അൻ യുത്ഖിനഹു. നിങ്ങളിൽ ഒരാൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ അത് പെർഫെക്റ്റായി, നീറ്റായി, വൃത്തിയായി ചെയ്യുന്നത് അല്ലാഹു ഇഷ്ടപ്പെടുന്നു. നേരത്തെ നാം പറഞ്ഞ നിർവചന പ്രകാരം അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യലാണ് ഇബാദത്തെങ്കിൽ അത് ഏതൊരു ചെറിയ കാര്യമാകട്ടെ. ഒരു മെക്കാനിക്കിന് അയാളുടേതായ കാര്യം ചെയ്യാനുണ്ട്, ഒരു കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്ക് അയാളുടേതായ കാര്യം ചെയ്യാനുണ്ട്, ഒരു മുവല്ലിഫിന്, ഒരു ഉദ്യോഗസ്ഥന്, ഒരു ഭരണാധികാരിക്ക്, ഒരു ഡ്രൈവർക്ക്, എല്ലാവർക്കും അവർ പ്രവർത്തിക്കുന്ന മേഖലയിൽ ഭംഗിയായി ഒരു ഇബാദത്ത് നിർവഹിക്കാനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികൾക്ക് ആ വിഷയത്തിലുണ്ടായ ചില തെറ്റിദ്ധാരണകൾ വരെ തിരുത്തി കൊടുത്തു. കുടുംബത്തിനു വേണ്ടി അങ്ങാടിയിൽ വളരെയധികം കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരാളെ കണ്ടപ്പോൾ സ്വഹാബികൾ ചോദിച്ചു, സുബ്ഹാനല്ലാഹ്, ഈ അധ്വാനം യുദ്ധരംഗത്തായിരുന്നെങ്കിൽ, അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള ജിഹാദിലായിരുന്നു ഈ അധ്വാനമെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് സഹാബത്ത് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇൻ കാന ഖറജ യസ്ആ അലാ വൽദിഹി സിഗാറൻ ഫഹുവ ഫീ സബീലില്ലാഹ് ഇൻ കാന ഖറജ യസ്ആ അലാ വാലിദൈഹി അബവൈനി ശൈഖൈനി കബീറൈനി ഫഹുവ ഫീ സബീലില്ലാഹ് ഇൻ കാന ഖറജ അലാ നഫ്സിഹി യഉഫുഹാ ഫഹുവ ഫീ സബീലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, നിങ്ങൾ വിചാരിച്ചോ യുദ്ധത്തിൽ പങ്കെടുക്കൽ മാത്രമാണ് പുണ്യകർമ്മമെന്ന്? എന്നാൽ സ്വന്തം മക്കൾക്ക് വേണ്ടിയാണ് ആ മനുഷ്യൻ അധ്വാനിക്കുന്നതെങ്കിൽ അത് അല്ലാഹുവിൻ്റെ മാർഗത്തിലുള്ള സമരമാണ്. പ്രായം ചെന്ന മാതാപിതാക്കളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ആ അധ്വാനമെങ്കിൽ അത് അല്ലാഹുവിൻ്റെ മാർഗത്തിലാണ്. ഇനി ഇവരാരുമില്ല, മറ്റൊരാളോട് കൈനീട്ടാതെ അന്തസ്സോടുകൂടി ജീവിക്കാനാണ് ജോലി എടുക്കുന്നതെങ്കിൽ അതാണ് യഇഫുഹ, സ്വന്തം നഫ്സിനെ ഇഫത്തുള്ളതാക്കാൻ, അന്തസ്സുള്ളതാക്കാൻ വേണ്ടി
വേണ്ടി ജോലി ചെയ്യുന്ന ആളുകൾ, ഭാര്യയും മക്കളും മാതാപിതാക്കളും ആരുമില്ല, ഒറ്റത്തടിയാണെങ്കിലും അധ്വാനിക്കണം. എന്തിനു വേണ്ടി? മറ്റൊരാളുടെ മുന്നിൽ കൈനീട്ടാതിരിക്കാൻ. അള്ളാഹുവിൻ്റെ മാർഗത്തിലുള്ള പ്രവർത്തനമാണ്, പുണ്യകർമ്മമാണത്. അതുകൊണ്ട് തന്നെ ഇബാദത്തിന്റെ മേഖല എന്ന് പറയുന്നത് വിശാലമാണ്. ആ ഒരു മഹത്തായ ദൗത്യം നിർവഹിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ സൃഷ്ടിച്ചത്. അതിലേക്കുള്ള വഴികൾ ഖുർആനിലൂടെ, ഹദീസുകളിലൂടെ നാം പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ മനസ്സിലാക്കി ജീവിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.